ഇദ്ദേഹം മല്ലപ്പള്ളിയിൽ വെച്ച് നടത്തിയ ആ പ്രസംഗം നേരിട്ട് കേട്ടിട്ടുള്ള ആളുകളെല്ലാം ഇദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അനുഭാവികളാണ്. ആ പാർട്ടിയുടെ അനുഭാവികൾ കൂടാതെ അതിനകത്ത് 1 മുതൽ 5 വരെ സാക്ഷികൾ വേറെ ഉണ്ടായിരുന്നു. ആ സാക്ഷികളുടെ മൊഴികൾ പ്രകാരമാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന കേസിലെ അക്യൂസ്ഡ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഹോണർ ആക്ടിന്റെ സെക്ഷൻ 2 വയലേറ്റ് ചെയ്യുകയും ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. ആ 5 പേരുടെ മൊഴി വാസ്തവത്തിൽ ഇദ്ദേഹത്തിനെതിരായിരുന്നിട്ടും അത് പരിഗണിക്കാതെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പാർട്ടിയുടെ ആളുകൾ, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കേഡേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുഭാവികളായിട്ടുള്ള ആളുകളുടെ മൊഴി മാത്രമാണ് ഇതിനകത്ത് പരിശോധിച്ചത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹെഞ്ച്മെൻസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കേഡേഴ്സിന്റെ മൊഴിയാണ്. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കുമെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതിനകത്ത് പ്രൈമ ഫേസി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ വോയിസ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അത് കേൾക്കുന്ന ആളുകൾക്ക് ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചു എന്നുള്ള തോന്നൽ തന്നെയാണ് ഉണ്ടാകാൻ സാധ്യത. ഇതിലിപ്പോൾ ഇന്നലെ ഹൈക്കോടതി ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് പറയുമ്പോഴും ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ടൈം ലിമിറ്റ് കൊടുക്കണം എന്നൊരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? ഇതിനകത്ത് ഈ കേസിനകത്ത് ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സ് ഇതിനകത്ത് പ്രൈമ ഫേഷ്യ ഒരു കേസ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോടതി അതിനകത്ത് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കണം എന്ന് ഉത്തരവിട്ടിട്ടുള്ളത്. ആ ഉത്തരവ് പ്രകാരം വളരെ എക്സ്പെഡീഷ്യസ്ലി ഒരു കേസ്, ഇതുപോലൊരു കേസ് പ്രത്യേകിച്ച് ഭരണഘടനയെ അപമാനിച്ച ഒരു കേസ് വളരെ എക്സ്പെഡീഷ്യസ്ലി തന്നെ അന്വേഷണം പൂർത്തിയാക്കേണ്ടതാണ്. കോടതി ഉത്തരവിന്റെ അവസാന ഭാഗത്ത് അങ്ങനെ കോടതി ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സ്പെസിഫൈഡ് ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും അതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കണം എന്നും ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഓഫീസറെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്റഗ്രിറ്റി ഇല്ലാത്ത ഓഫീസർമാരെ ഇതിനകത്ത് കേസിനകത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി വെക്കാനുള്ള സാധ്യത കൂടെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. വളരെയധികം നന്ദി നോയൽ സംസാരിച്ചതിന്.